ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. ജോർജിനെതിരായ സമാനമായ കേസിലെ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് PC ജോർജിനെതിരെ നിലവിലുള്ള 2 കേസുകളിലെ ജാമ്യവ്യവസ്ഥയിൽ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥ നിലനിൽക്കെയാണ് PC ജോർജ് വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നതെന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നിരീക്ഷിച്ചു. PC ജോർജിന്റെ ഭാഗത്തുനിന്നും ആവർത്തിച്ച് വിദ്വേഷ പരാമർശം ഉണ്ടാകുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതും കോടതി അംഗീകരിച്ചു. ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നാണ് ഇത്തരം വിദ്വേഷ പരാമർശം ഉണ്ടായിരിക്കുന്നതെന്ന വാദവും കോടതി ശരിവെച്ചു. ഇതേ തുടർന്ന് ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നുവെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിറിൽ തോമസ് പറഞ്ഞു. PC ജോർജ് സിമിലർ ഒഫൻസ് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് PC ജോർജ് ഇതേ ഒരു സമുദായത്തിനെതിരെ ഇങ്ങനെ അലിഗേഷൻസ് നടത്തുന്നത്. അപ്പോൾ കോടതി കണ്ടത് PC ജോർജിന് ഇത് കൂടാതെ 5 ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 5 ക്രൈം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഈ സിമിലർ ഒഫൻസ് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അപമാനിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ ഒഫൻസാണ്. ഓണറബിൾ ഹൈക്കോടതിയിൽ നിന്നാണ് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ നിന്നും പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നുമുള്ള ഇതേ സിമിലർ ഒഫൻസിൽ ജാമ്യം എടുത്തത്. ആ ജാമ്യം എടുത്തപ്പോൾ കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു, ഇനി ഇതുപോലെയുള്ള റിലീജിയസിനെ ആക്രമിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളും ഒരു മീഡിയ വഴിയും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ PC ജോർജ് വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഈ ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിൽ നിൽക്കുമ്പം തന്നെ വീണ്ടും വഖഫിനെ പറ്റിയും ശരീഅത്ത് നിയമത്തെ പറ്റിയൊക്കെ കൂടി വീണ്ടും മോശകരമായി സംസാരിക്കുകയുണ്ടായി. 33 വർഷം MLA ആയിരുന്ന ആളാണ്. പ്രോസിക്യൂഷൻ പറഞ്ഞതും അത് തന്നെയാണ്. 33 വർഷം MLA ആയിരുന്നുകൊണ്ട് ആളുടെ വായിൽ നിന്നും ഇങ്ങനെ വീഴാൻ പാടില്ല എന്ന് തന്നെ കോടതിയും ആ സ്റ്റാൻഡ് തന്നെയായിരുന്നു എടുത്തത്. കൂടാതെ അവരുടെ വാദം എന്ന് പറഞ്ഞാൽ മെയിൻ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73 വയസ്സായി PC ജോർജിന്. അതുകൊണ്ട് പ്രായമായ ആളാണ്, നാക്ക് പിഴയാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ ചോദിച്ചു, നാക്ക് പിഴയാണെങ്കിൽ ഒരു പ്രാവശ്യം നാക്ക് പിഴയ്ക്കാം, ഇത് പല പ്രാവശ്യം എങ്ങനെയാണ് നാക്ക് പിഴയ്ക്കുന്നത്, നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു. കോടതി അതെല്ലാം അഡ്മിറ്റ് ചെയ്തു. നാക്കുപിഴയല്ല എന്നുള്ള കാര്യം ഇതിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ജനുവരി 6-ന് ചാനൽ ചർച്ചയിൽ മുസ്ലിം സമുദായത്തിനെതിരായ PC ജോർജിന്റെ പരാമർശമാണ് കേസിന് ആധാരം. ജോർജിന്റെ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് PC ജോർജ്.